ഹലോ എവരിവൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിസം മാറ്ററിലെ പുതിയൊരു ചോദ്യമാണ്. നേരെ ചോദ്യത്തിലേക്ക് പോകാം. An iron rod of length capital L and magnetic moment capital M is bent in the form of a semicircle. Now its magnetic moment will be. ഓക്കെ, എൽ ലെങ്ത് ഉള്ള ഒരു റോഡ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് എം ആണ്. എന്നാൽ അതിനെ ബെൻഡ് ചെയ്തൊരു സെമി സർക്കിൾ ആക്കി കഴിയുമ്പം അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിന് വരുന്ന മാറ്റം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് കാൽക്കുലേഷനിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ? ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം ഇൻറ്റു എൽ എന്ന് പറയുന്നത് എന്താണ്? പോൾ സ്ട്രെങ്ത് ഇൻറ്റു ഡൈപോൾ ലെങ്ത് ആണ് മാഗ്നറ്റിക് മൊമെൻറ്റ്, നമുക്കറിയാവുന്ന പോലെ. അപ്പോൾ ഈ ഒരു കേസിലെ ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫിഗർ, ഫസ്റ്റ് ഫിഗർ ഇനിഷ്യലി ഇതായിരുന്നു അതിൻ്റെ അവസ്ഥ. നമ്മൾ എന്ത് ചെയ്തു? എന്നിട്ട് ആ റോഡിനെ ബെൻഡ് ചെയ്ത് എന്താക്കി മാറ്റി? ഒരു സെമി സർക്കിളാക്കി മാറ്റി. നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു ഫുൾ സർക്കിളിൻ്റെ സർക്കംഫറൻസ് 2πr ആണ്. എങ്കിൽ ഒരു സെമി സർക്കിളിൻ്റെ സർക്കംഫറൻസ് എത്രയായിരിക്കും? πr. അപ്പോൾ ആ റോഡിൻ്റെ നീളം കറസ്പോണ്ടിങ്ങിൽ πr തന്നെ വന്നേ പറ്റൂ. അപ്പം ആ πrൻ്റെ വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കും? ലെങ്ത് ഓഫ് ദ മാഗ്നറ്റിന് ഈക്വൽ ആയിരിക്കും. അതെത്ര? എൽ അല്ലേ? ഓക്കെ, അപ്പോൾ എൽ ഈക്വൽ ടു πr എന്ന് കിട്ടും. ഓക്കെ, അപ്പം ആർ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? L/π. എന്തിനാണ് നമ്മൾ ആറ് കണ്ടുപിടിക്കുന്നത്? മനസ്സിലാക്കേണ്ട കാര്യം, പോൾ സ്ട്രെങ്ത് ഇൻറ്റു ഡൈപോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത്. ഡൈപോൾ ലെങ്ത് എന്ന് പറയുന്നത് ഡൈപോളുകൾ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പോളുകൾ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡയമീറ്റർ ആയിരിക്കും, അതായത് 2r. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ പോൾ സ്ട്രെങ്ത് ഇൻറ്റു 2r മൾട്ടിപ്ലൈ ചെയ്യണം. ആറിൻ്റെ വാല്യൂ എന്താണ്? L/π. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എല്ലും എമ്മും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ എം കിട്ടും. അപ്പോൾ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഉത്തരം 2m/π, അതായത് ഓപ്ഷൻ 2. ഓക്കെ, താങ്ക് യു.